പ്രതികൾക്ക് വധശിക്ഷയില്ല. പ്രതികളുടെ ശിക്ഷ ഉയർത്തണമെന്നുള്ള ആ, ഹർജിയിൽ പ്രതികൾക്ക് വധശിക്ഷ ഇല്ല എന്നുള്ളത് നിർണായകമായ തീരുമാനം. ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. ശിക്ഷാവിധി കുറ്റകൃത്യം നീചം എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം മൗലിക അവകാശമാണ്. വധശിക്ഷ അപൂർവങ്ങളിൽ അപൂർവ സാഹചര്യത്തിൽ മാത്രമാണ്. ശിക്ഷ ഉയർത്താൻ ഹൈക്കോടതികൾക്ക് അധികാരമുണ്ട്. പ്രതികൾ ചെയ്തത് സമൂഹത്തോടുള്ള കുറ്റകൃത്യമാണ്. ശത്രുതയില്ലാത്ത ആളെ കൊലപ്പെടുത്തി എന്നിവയാണ് വിധി പ്രസ്താവത്തിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രതികൾക്ക് വധശിക്ഷ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ നിമിഷം പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി. വധശിക്ഷ ഇല്ല എന്ന് പറയുമ്പോൾ അത് നിലവിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പ്രതികൾക്കും പുതുതായി പ്രതിപട്ടികയിലേക്ക് ചേർത്തിട്ടുള്ള കുറ്റവാളികളുടെ പട്ടികയിലേക്ക് ചേർത്തിട്ടുള്ള രണ്ട് പ്രതികൾ ജ്യോതിബാബുവും കെ കൃഷ്ണനും ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം കഠിന തടവാണ് വിചാരണ കോടതി വിധിച്ചിരുന്നത്. മാറാട് സ്പെഷ്യൽ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരുന്നത്. അപ്പോൾ ആ ശിക്ഷാവിധി ഉയർത്തണം എന്നായിരുന്നു പ്രോസിക്യൂഷനും അധിക ഹർജിയുമായി കെ രമയും ടി ചന്ദ്രശേഖരന്റെ ഭാര്യയായിട്ടുള്ള കെ രമയും ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതിൽ ഇപ്പോൾ വധശിക്ഷ ഇല്ല എന്നുള്ള തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും നിലവിൽ MC അനൂപ് ജീവപര്യന്തം, കിർമാണി മനോജ് ജീവപര്യന്തം, കൊടി സുനി ജീവപര്യന്തം, TK രജീഷ് ജീവപര്യന്തം, കെ മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, ഷിനോജ്, KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, വാഴപ്പടച്ചി റഫീഖ്, ലംബു പ്രദീപൻ എന്നീ പ്രതികളുടെ ശിക്ഷയായിരുന്നു ഉയർത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നത്. അതിൽ ലംബു പ്രദീപൻ 31-ാം പ്രതിയായിട്ടുള്ള ലംബു പ്രദീപൻ ഒഴികെ ബാക്കി എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം കഠിന തടവാണ് വിചാരണ കോടതി വിധിച്ചിരുന്നത്. അത് വധശിക്ഷയായി ഉയർത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റായി ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. ഹൈക്കോടതി വിധി പ്രസ്താവം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലംബു പ്രദീപിന് മാത്രം 3 വർഷം കഠിന തടവാണ് വിധിച്ചിരുന്നത്. കെ കൃഷ്ണൻ, ജ്യോതിബാബു എന്നിവരെ കഴിഞ്ഞ തവണ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിടുതൽ ഹർജി പരിഗണിച്ചപ്പോൾ അല്ലെങ്കിൽ കുറ്റവിമുക്തരാക്കണമെന്നുള്ള ഹർജി പരിഗണിച്ചപ്പോഴാണ് രണ്ട് പ്രതികളെ കൂടി ഈ പ്രതിപട്ടികയിലേക്ക് ചേർത്തിരുന്നത്. CPMന്റെ പ്രാദേശിക നേതാക്കളാണ് കെ കൃഷ്ണനും ജ്യോതിബാബുവും. അപ്പോൾ ജ്യോതിബാബുവിനും കെ കൃഷ്ണനും എന്ത് ശിക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പുറത്തു വരേണ്ടതുണ്ട്. നിലവിലെ വിധിപ്രകാരം MC അനൂപിന് ജീവപര്യന്തവും 1 ലക്ഷം രൂപ പിഴയും, കിർമാണി മനോജിന് ജീവപര്യന്തവും 1 ലക്ഷം രൂപ പിഴയും, ഗൂഢാലോചന കുറ്റത്തിന് ജീവപര്യന്തം എന്ന വിധത്തിലുള്ള വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി കൊടി സുനിക്ക്, ഈ കേസിലെ 3-ാമത്തെ പ്രതി കൂടിയായിട്ടുള്ള കൊടി സുനിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും ആണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. വിചാരണ കോടതിയുടെ വിധി ഈ വിധത്തിൽ തന്നെയായിരുന്നു. ഇപ്പോൾ പിഴശിക്ഷ അധികമായി ചുമത്തിയതാണോ എന്ന കാര്യത്തിൽ മാത്രമാണ് വ്യക്തത വരേണ്ടത്. തത്സമയ ദൃശ്യങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്ന് പ്രേക്ഷകർ തത്സമയ ദൃശ്യം അല്പസമയത്തിനോടകം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും. അവിടെ നിന്ന് പ്രോസിക്യൂഷൻ്റെയും കെ രമ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഈ വിധി കേൾക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയിരുന്നു. എതിർ കക്ഷികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഈ വിധി കേൾക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. പ്രതികൾക്ക് പരോളില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി പുറത്തേക്ക് വരികയാണ്. 20 വർഷം ശിക്ഷ അനുഭവിക്കുമ്പോൾ പ്രതികൾക്ക് പരോളോ ഏതെങ്കിലും തരത്തിൽ പുറത്തേക്കിറങ്ങുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ശിക്ഷാ ഇളവുകളോ ഉണ്ടാകില്ല എന്നുള്ള ആശ്വാസങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിധിയാണ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. വധശിക്ഷ ഇല്ല എന്ന് പറയുമ്പോഴും 20 വർഷവും അതായത് ജീവപര്യന്തം കഠിന തടവിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ ശിക്ഷാ കാലയളവ് മുഴുവൻ പ്രതികൾ ജയിലിനുള്ളിൽ കഴിയണം എന്നുള്ള വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 20 വർഷം കഴിയാതെ പരോളോ ശിക്ഷാ ഇളവോ ലഭിക്കുകയില്ല എന്നുള്ളത് കഠിനമായിട്ടുള്ള ശിക്ഷ തന്നെ പ്രതികൾക്ക് ഹൈക്കോടതി ചുമത്തുന്നു. പക്ഷേ അപ്പോഴും വധശിക്ഷ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വധശിക്ഷ വേണം എന്ന ആവശ്യമാണ് കെ രമയും പ്രോസിക്യൂഷനും ശക്തമായ രീതിയിൽ ഉന്നയിച്ചിരുന്നത്.
സമൂഹത്തോടുള്ള കുറ്റവിധി സമൂഹത്തോടുള്ള കുറ്റം ആണ് ഈ പ്രതികൾ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ വധശിക്ഷ ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോഴും ഏതറ്റം വരെയും ഇതിൻ്റെ നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് കെ രമ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കെ രമ ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ നിയമപോരാട്ടത്തിനൊരു അന്ത്യമാകുന്നില്ലെങ്കിൽ പോലും ഹൈക്കോടതിയുടെ നിർണായകമായിട്ടുള്ള ശിക്ഷാവിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്യാം ദേവരാജ് നമുക്കൊപ്പം ഹൈക്കോടതിയിൽ നിന്ന് ചേരുകയാണ്. ശ്യാം, വധശിക്ഷ നൽകുന്നില്ല, പക്ഷേ 20 വർഷം കഴിയാതെ പ്രതികൾക്ക് പരോളോ അല്ലെങ്കിൽ ശിക്ഷാ ഇളവോ നൽകാനാകില്ല എന്ന് പറയുന്നു. ഇപ്പോൾ CPM നേതാവായിട്ടുള്ള ജ്യോതി ബാബുവിനും ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. ശ്യാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 11ാം പ്രതിക്കും ഇരട്ട ജീവപര്യന്തമാണ് നൽകിയിരിക്കുന്നത്. കാരണം നേരത്തെയുള്ള കേസുകൾ നേരത്തെ ഒരു ജീവപര്യന്തം കൊലപാതക കുറ്റത്തിനും നൽകിയിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ജീവപര്യന്തം കൂടി നൽകിയിരിക്കുന്നത്. എല്ലാ പ്രതികൾക്കും രണ്ടാമത്തെ ജീവപര്യന്തവും ഒപ്പം 1 ലക്ഷം രൂപ വീതം പിഴയും അടയ്ക്കണമെന്നാണ് ഹൈക്കോടതിയുടെ വിധി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ഈ വിധി പ്രസ്താവം ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 3 പ്രതികളുടെ അല്ലെങ്കിൽ 4 പ്രതികളുടെ ശിക്ഷാവിധിയാണ് പ്രഖ്യാപിച്ചത്. ആദ്യത്തെ എല്ലാ പ്രതികൾക്കും അതിന്മേൽ ഇരട്ട ജീവപര്യന്തമുണ്ട്. 1 മുതൽ 7 വരെയുള്ള എല്ലാ പ്രതികൾക്കും ജീവപര്യന്തമുണ്ട്. ഇതിന്മേൽ ഈ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ ഹൈക്കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കുറ്റകൃത്യം അങ്ങേയറ്റം നീചമായ കുറ്റകൃത്യമാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ സംഭവിച്ചത്. അഭിപ്രായ സ്വാതന്ത്ര്യം മൗലികാവകാശമാണ്. അഭിപ്രായം അതിനോട് വിയോജിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷെ കൊലപ്പെടുത്താനുള്ള അവകാശമില്ല. വധശിക്ഷ അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് മേൽക്കോടതികൾ ഉയർത്താറുള്ളത്. ശിക്ഷ ഉയർത്താൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്, പക്ഷെ അത് ഈ കേസിൽ ചെയ്യുന്നില്ല. പ്രതികൾ ചെയ്തത് സമൂഹത്തോടുള്ള കുറ്റകൃത്യമാണ്. മാത്രമല്ല, ശത്രുതയില്ലാത്ത ആളെയാണ് ഈ 1 മുതൽ 7 വരെയുള്ള പ്രതികൾ അതിക്രൂരമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയതെന്നുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ വിധി പ്രസ്താവനത്തിന് ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പായി വ്യക്തമാക്കുന്നത്. മാത്രം